നെക്സ്റ്റ് തിയറം 4.20. ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് ഇ ബി എ നോൺ കോമ്പാക്ട് സെറ്റ് ഇൻ R1. ദെൻ ഫസ്റ്റ് വൺ, there exists a continuous function on E which is not bounded. Second one, there exists a continuous and bounded function on E which has no maximum. If in addition E is bounded, then there exists a continuous function on E which is not uniformly continuous. അതായത് ഇ എന്നുള്ളത് റിയൽ ലൈനിൻ്റെ ഒരു നോൺ കോമ്പാക്റ്റ് സബ്സെറ്റ്. നമുക്ക് ആദ്യം വെരിഫൈ ചെയ്യുവാനുള്ളത് ഈ സെറ്റ് ഇയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടഡ് അല്ലാത്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും എന്നാണ്. അതായത് റിയൽ ലൈനിൻ്റെ ഏതൊരു നോൺ കോമ്പാക്റ്റ് സബ്സെറ്റ് ഈ ചൂസ് ചെയ്താലും ആ സെറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടഡ് അല്ലാത്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് ആദ്യത്തെ പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. ദെൻ സെക്കൻഡ് പാർട്ടിൽ വെരിഫൈ ചെയ്യുവാനുള്ളത് റിയൽ ലൈനിൻ്റെ കോമ്പാക്റ്റ് അല്ലാത്ത ഏതൊരു സബ്സെറ്റ് ഈ ചൂസ് ചെയ്താലും ആ സെറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യാത്ത ഒരു കണ്ടിന്യൂസ് ആൻഡ് ബൗണ്ടഡ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും എന്നാണ്. ദെൻ തേർഡ് പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് ഈ ബൗണ്ടഡ് കൂടിയാണെങ്കിൽ, അതായത് ഇ എന്നുള്ളത് ബൗണ്ടഡ് ആണ് പക്ഷേ നോൺ കോമ്പാക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിൽ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് തേർഡ് പാർട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. ഇവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടിയുണ്ട്, ഇ എന്നുള്ളത് ബൗണ്ടഡ് ആയിരിക്കണം. നമുക്കറിയാം റിയൽ ലൈനിൻ്റെ ബൗണ്ടഡും അതുപോലെ തന്നെ ക്ലോസ്ഡുമായിട്ടുള്ള എല്ലാ സബ്സെറ്റുകളും കോമ്പാക്റ്റ് ആയിരിക്കും. ഇവിടെ ഇ എന്നുള്ളത് റിയൽ ലൈനിൻ്റെ ഒരു നോൺ കോമ്പാക്റ്റ് സബ്സെറ്റാണ്. സോ ഒന്നുകിൽ ഈ ബൗണ്ടഡ് ആയിരിക്കുകയില്ല, അതല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കുകയില്ല, അതല്ലെങ്കിൽ ബൗണ്ടഡും ക്ലോസ്ഡും ആയിരിക്കുകയില്ല. ഇതാണ് റിയൽ ലൈനിൻ്റെ ഒരു സബ്സെറ്റ് നോൺ കോമ്പാക്റ്റ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ ആദ്യത്തെ രണ്ട് പാർട്സിൽ ഇ എന്നുള്ളത് നോൺ കോമ്പാക്റ്റ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ നമ്മൾ രണ്ട് കേസസ് ആയിട്ടാണ് ആ രണ്ട് റിസൾട്ടുകളും വെരിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ ഇ എന്നുള്ളത് ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആ ടൈമിൽ എന്തായാലും ഈ ക്ലോസ്ഡ് ആയിരിക്കുകയില്ല. ദെൻ സെക്കൻഡ് കേസിൽ ഈ അൺബൗണ്ടഡ് എന്ന് അസ്യൂം ചെയ്യുന്നു. ആ ടൈമിൽ ഈ ക്ലോസ്ഡോ അതല്ലെങ്കിൽ നോട്ട് ക്ലോസ്ഡോ ആയിരിക്കും. ഏതായാലും പ്രോബ്ലം ഒന്നുമില്ല. സോ പാർട്ട് എയിലും പാർട്ട് ബിയിലും രണ്ട് കേസസ് ആയിട്ടാണ് ആ റിസൾട്ടുകൾ വെരിഫൈ ചെയ്യുന്നത്. തേർഡ് പാർട്ടിൽ നമുക്കൊരു എക്സ്ട്രാ കണ്ടീഷൻ കൂടിയുണ്ട്. ഇ എന്നുള്ളത് ബൗണ്ടഡ് ആണ്, ഇ എന്നുള്ളത് നോൺ കോമ്പാക്റ്റ് ആണ്, അതുപോലെ തന്നെ ഈ ബൗണ്ടഡ് ആണ്. ഈ ബൗണ്ടഡ് ആയതുകൊണ്ടും ഈ നോൺ കോമ്പാക്റ്റ് ആയതുകൊണ്ടും ഈ എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കുകയില്ല. അത് യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. റിയൽ ലൈനിൻ്റെ ക്ലോസ്ഡും ബൗണ്ടഡുമായിട്ടുള്ള എല്ലാ സബ്സെറ്റുകളും കോമ്പാക്റ്റ് ആയതുകൊണ്ടും ഈ നോൺ കോമ്പാക്റ്റ് ആയതുകൊണ്ടും ഒന്നുകിൽ ഈ ക്ലോസ്ഡ് ആയിരിക്കുകയില്ല, അതല്ലെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കുകയില്ല, അതുമല്ലെങ്കിൽ ക്ലോസ്ഡും ബൗണ്ടഡും ആയിരിക്കുകയില്ല. ദെൻ രണ്ട് കേസുകളായിട്ടാണ് നമ്മൾ ഈ റിസൾട്ടുകൾ വെരിഫൈ ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ ഈ ബൗണ്ടഡ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഈ നോൺ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഈ എന്തായാലും നോട്ട് ക്ലോസ്ഡ് ആയിരിക്കും. കാരണം ഈ ക്ലോസ്ഡ് കൂടി ആയാൽ ഈ എന്തായാലും കോമ്പാക്റ്റ് ആയിരിക്കും. ഇവിടെ ഈ നോൺ കോമ്പാക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഈ ബൗണ്ടഡ് എന്ന് അസ്യൂം ചെയ്യുന്നു. ആ കേസിൽ ഈ ക്ലോസ്ഡ് ആയിരിക്കുകയില്ല. ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് there exists some m greater than 0 such that modulus of x less than or equal to m for all x belongs to E. അതിൽ നിന്നും -m less than or equal to x less than or equal to m for all x belongs to E. ആ കണ്ടീഷനിൽ നിന്നും x belongs to closed interval -m, m. ദെൻ ഇയിലെ ഏതൊരു മെമ്പർ x ചൂസ് ചെയ്താലും അത് ക്ലോസ്ഡ് ഇൻ്റർവൽ -m, mലുണ്ട്. അതിൽ നിന്നും ഈ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ -m, m. ക്ലോസ്ഡ് ഇൻ്റർവൽ -m, m എന്നുള്ള റിയൽ ലൈനിൻ്റെ ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സബ്സെറ്റ് ആയതുകൊണ്ട് തിയറം 2.41 അപ്ലൈ ചെയ്യുമ്പോൾ അത് റിയൽ ലൈനിൻ്റെ ഒരു കോമ്പാക്റ്റ് സബ്സെറ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ആ ഇൻ്റർവൽ ഒരു കേസല്ല ആയതുകൊണ്ടും അത് കോമ്പാക്റ്റ് ആണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ദെൻ അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ ക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് ഈ എന്തായാലും ഇൻഫൈനൈറ്റ് ആയിരിക്കും. കാരണം എല്ലാ ഫൈനൈറ്റ് സെറ്റുകളും ക്ലോസ്ഡ് ആണ്. സോ ഈസ് നോട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ എന്തായാലും ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ ഈ എന്നുള്ളൊരു കോമ്പാക്റ്റ് സെറ്റിൻ്റെ ഇൻഫൈനൈറ്റ് സബ്സെറ്റാണ്. സോ തിയറം 2.41 അപ്ലൈ ചെയ്യുമ്പോൾ ഇക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ -m, mൽ ഒരു ലിമിറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഈ ക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് ഈയുടെ ഏതെങ്കിലും ഒരു ലിമിറ്റ് പോയിൻ്റ് ഈയിലുണ്ടായിരിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു ലിമിറ്റ് പോയിൻ്റാണ് x0 എന്ന് വിചാരിക്കുക. അതായത് x0 ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ഇ ആൻഡ് x0 നോട്ട് ബിലോങ്സ് ടു ഇ. ദെൻ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. 1/x - x0 ഫോർ ഓൾ x ബിലോങ്സ് ടു ഇ. x0 സെറ്റിയിലൊരു മെമ്പർ അല്ലാത്തതുകൊണ്ട് ആ ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം അതൊരു റേഷണൽ ഫംഗ്ഷനാണ്. അതിൻ്റെ ന്യൂമറേറ്ററിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്, 1 ആണ്, അത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിനോമിനേറ്റർ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. സെറ്റിയിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും x - x0 നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട്, കാരണം x0 സെറ്റിയിലൊരു മെമ്പർ അല്ല,
സോ അതിൻ്റെ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്തായാലും സെറ്റ് ഇയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ദെൻ എക്സ് നോട്ട് സെറ്റ് ഇയുടെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആണ്. സോ എക്സ് നോട്ടിൻ്റെ ഏതൊരു നൈബർഹുഡ് ചൂസ് ചെയ്താലും ആ നൈബർഹുഡിൽ സെറ്റ് ഇയിലെ അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കും. അത് നമുക്ക് വേറൊരു തരത്തിൽ പറയാവുന്നതാണ്. ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an x belongs to E such that modulus of x minus x naught less than epsilon. അതായത് പോയിൻ്റ് എക്സ് നോട്ടിൻ്റെ എപ്സിലോൺ റേഡിയസ് ഉള്ള നൈബർഹുഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നൈബർഹുഡിൽ സെറ്റ് ചെയ്യില്ല അറ്റ്ലീസ്റ്റ് 1 മെമ്പർ എക്സ് എങ്കിലും ഉണ്ടായിരിക്കും. ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു 1/n. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/n കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ 1/n ആകുന്ന വിധത്തിൽ സെറ്റ് ചെയ്യില്ല അറ്റ്ലീസ്റ്റ് 1 മെമ്പർ എക്സ് എന്നെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലെ എക്സ് എന്നുകൾ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അതായത് n ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ മോഡുലസ് ഓഫ് x1 മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ 1/1, അതായത് മോഡുലസ് ഓഫ് x1 മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ 1. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ സെറ്റ് ചെയ്യില്ല അറ്റ്ലീസ്റ്റ് 1 മെമ്പർ x1 എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. n ഈക്വൽ ടു 2 ആയിരിക്കുമ്പോൾ മോഡുലസ് ഓഫ് x2 മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ 1/2. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ സെറ്റ് ചെയ്യില്ല അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റ് x2 എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുപോലെ ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് എക്സിനുകൾ കണ്ടുപിടിക്കുവാൻ സാധിക്കും. ദാറ്റ് ഈസ് ഫോർ ഈച്ച് n there exists some xn belongs to E such that modulus of xn minus x naught less than 1/n. ഇവിടെ കിട്ടുന്ന എക്സനുകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലെ എക്സനുകൾ സെറ്റിയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. സോ സീക്വൻസ് എക്സൻ സെറ്റിയിലുള്ള ഒരു സീക്വൻസ് ആയിരിക്കും. അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സനുകൾ 1/xn മൈനസ് എക്സ് നോട്ട് ആയിരിക്കും. ദെൻ മോഡുലസ് ഓഫ് എക്സൻ മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ 1/n ആയതുകൊണ്ട് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആയിരിക്കുമ്പോൾ മോഡുലസ് ഓഫ് എക്സൻ മൈനസ് എക്സ് നോട്ട് എന്നുള്ളത് ടെൻഡിങ് ടു 0 ആയിരിക്കും. സോ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആയിരിക്കുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സൻ എന്നുള്ളത് 1 മോഡുലസ് ഓഫ് എക്സൻ മൈനസ് എക്സ് നോട്ട് ആയതുകൊണ്ട് അത് അപ്രോച്ചസ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. എഫിൻ്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് എഫും ബൗണ്ടഡ് ആയിരിക്കുകയില്ല. എഫ് സെറ്റിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, പക്ഷേ എഫ് ബൗണ്ടഡ് അല്ല. സോ ആദ്യത്തെ കേസിൽ നമ്മൾ പാർട്ട് എ വെരിഫൈ ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത് ഈ നോൺ കോമ്പാക്റ്റ് ആണെങ്കിൽ പാർട്ട് എയിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത് there exists a continuous function on E which is not bounded എന്നാണ്. നമ്മൾ 2 കേസസ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ ഈ ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്തു. ഈ റിയൽ ലൈനിൻ്റെ ആർബിട്രറി ആയിട്ടുള്ള ഒരു നോൺ കോമ്പാക്റ്റ് സബ്സെറ്റ് ആണ്, അതുപോലെ തന്നെ ഈ ബൗണ്ടഡ് ആണ്. ആ കേസിൽ ബൗണ്ടഡ് അല്ലാത്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ സെറ്റിയിൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചു. സോ ഈ ബൗണ്ടഡ് ആയിട്ടുള്ള കേസിൽ പാർട്ട് എ നമ്മൾ വെരിഫൈ ചെയ്തു. ദെൻ ഈ കേസിൽ തന്നെ നമ്മൾ ആദ്യം പാർട്ട് ബി വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷമാണ് സെക്കൻഡ് കേസിലേക്ക് കടക്കുന്നത്. സോ ഈ ബൗണ്ടഡ് ആണെന്ന് വിചാരിക്കുന്നു. ദെൻ പാർട്ട് ബിയിൽ നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് there exists a continuous and bounded function on E which has no maximum. അതായത് കണ്ടിന്യൂസും ബൗണ്ടഡുമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ സെറ്റിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. ആ ഫംഗ്ഷൻ അതിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യരുത്, അതായത് സുപ്രീമം അറ്റൈൻ ചെയ്യരുത്. അത്തരത്തിലുള്ളൊരു ഫംഗ്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ എന്നുള്ളത് റിയൽ ലൈനിൻ്റെ ആർബിട്രറി ആയിട്ടുള്ള ഒരു നോൺ കോമ്പാക്റ്റ് സബ്സെറ്റ്, അത് ബൗണ്ടഡ് ആണ്. ദെൻ ഇതുപോലൊരു ഫംഗ്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് സെറ്റിയുടെ ഏതെങ്കിലും ഒരു ലിമിറ്റ് പോയിൻ്റ് സെറ്റിയിൽ ഉണ്ടായിരിക്കുകയില്ല. അത്തരത്തിലുള്ളൊരു ലിമിറ്റ് പോയിൻ്റാണ് എക്സ് നോട്ട് എന്ന് വിചാരിക്കുക. ദെൻ ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു, സെറ്റിയിൽ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ എക്സ് ബിലോങ്സ് ടു ഇ. എക്സ് നോട്ട് സെറ്റിയിലൊരു മെമ്പർ അല്ലാത്തതുകൊണ്ട് ജി ഓഫ് എക്സ് എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും, കാരണം അതൊരു റേഷണൽ ഫംഗ്ഷനാണ്. ന്യൂമറേറ്ററിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്, ഡിനോമിനേറ്ററിൽ പോളിനോമിയൽ ഫംഗ്ഷനാണ്. സെറ്റിയിലെ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ജി ഓഫ് എക്സ് എന്തായാലും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് നോട്ട് അല്ലാത്ത ഏതൊരു റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്താലും 1/1 പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുപോലെ തന്നെ ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് ഫോർ ഈച്ച് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് 0 ലെസ് ദാൻ 1/1 പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ ലെസ് ദാൻ 1. ദെൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ നിന്നും 0 ലെസ് ദാൻ ജി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട്. ഈ കണ്ടീഷൻ എക്സ് നോട്ട് അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സിനും ഹോൾഡ് ചെയ്യും. ഈ എന്നുള്ള റിയൽ ലൈൻ്റെ ഒരു സബ്സെറ്റും എക്സ് നോട്ട് സെറ്റിയിലൊരു മെമ്പറും അല്ലാത്തതുകൊണ്ട് 0 ലെസ് ദാൻ ജി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. അതിൽ നിന്നും ജി ഓഫ് എക്സ് ഈസ് ബൗണ്ടഡ്. ജി ഓഫ് എക്സ് ബൗണ്ടഡ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ജി ബൗണ്ടഡ് ആയിരിക്കും. സോ ജി കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ ബൗണ്ടഡ് ആണ്. ആ ഫംഗ്ഷൻ്റെ സുപ്രീമം 1 ആണ്.
ബട്ട് സെറ്റിയിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ജി ഓഫ് എക്സിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും, സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് 1 എന്നുള്ള വാല്യൂ ജി എന്നുള്ള ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്നില്ല, അതായത് ആ ഫംഗ്ഷൻ അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല. സോ സെറ്റിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസും ബൗണ്ടഡുമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ജി ഈസ് നോട്ട് അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം. അത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് പാർട്ട് ബിയിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. സോ ഈ ബൗണ്ടഡ് ആയിട്ടുള്ള കേസിൽ നമ്മൾ പാർട്ട് എയും പാർട്ട് ബിയും വെരിഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം, ഈസ് നോട്ട് ബൗണ്ടഡ്. ഈ കേസിൽ പാർട്ട് എയും പാർട്ട് ബിയും നമ്മൾ വെരിഫൈ ചെയ്യുന്നു. ആദ്യത്തെ കേസിൽ എഫ് ഐഡൻറ്റിറ്റി മാപ്പായിട്ട് ചൂസ് ചെയ്യുന്നു, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. ഇതുപോലൊരു ഫംഗ്ഷൻ സെറ്റിയിൽ ഡിഫൈൻ ചെയ്യുന്നു. ക്ലിയർലി എഫ് ഈസ് കണ്ടിന്യൂസ്. ഈ ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു എം ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു എം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതിൽ നിന്നും എഫ് ഈസ് നോട്ട് ബൗണ്ടഡ്. സോ ആദ്യത്തെ പാർട്ട് നമ്മൾ വെരിഫൈ ചെയ്തു, അതായത് ഈ ബൗണ്ടഡ് അല്ലാത്ത കേസിൽ ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഇ വിച്ച് ഈസ് നോട്ട് ബൗണ്ടഡ്. അതുപോലൊരു ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ പാർട്ട് ബിയിൽ സെറ്റിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസും ബൗണ്ടഡുമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമുക്ക് ആവശ്യം. ആ ഫംഗ്ഷൻ അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ളൊരു ഫംഗ്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. ഇതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ജി ഓഫ് എക്സ് എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും, കാരണം അതൊരു റാഷണൽ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. അതിൽ നിന്നും ജി ഓഫ് എക്സ് എന്തായാലും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ഇ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അതുപോലെ തന്നെ ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ 0 ലെസ് ദാൻ ജി ഓഫ് എക്സ് ലെസ് ദാൻ 1. അതിൻ്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആയതുകൊണ്ട് ജി എന്തായാലും ബൗണ്ടഡ് ആയിരിക്കും. ബട്ട് ജി അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല. അതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, ബട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആകുന്ന വിധത്തിൽ ഒരു റിയൽ നമ്പർ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ സെറ്റിയിൽ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ജി അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ സെറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് പാർട്ട് ബിയിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. സോ ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും പാർട്ട് എയും പാർട്ട് ബിയും നമ്മൾ വെരിഫൈ ചെയ്തു. ദെൻ തേർഡ് കേസിൽ നമുക്കൊരു എക്സ്ട്രാ കണ്ടീഷൻ കൂടിയുണ്ട്. ഈ എന്നുള്ളത് ബൗണ്ടഡ് ആണ്. ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് ഈ എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കുകയില്ല, കാരണം ഈ ബൗണ്ടഡും ക്ലോസ്ഡും ആയിക്കഴിഞ്ഞാൽ ഈ കോമ്പാക്റ്റ് ആയിരിക്കും. ഇവിടെ ഈ എന്നുള്ളത് എന്തായാലും നോൺ കോമ്പാക്റ്റ് ആണ്. സോ ഈ ബൗണ്ടഡ് ആയതുകൊണ്ട് ഈ എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കുകയില്ല. ഈ ക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് ഈയുടെ ഏതെങ്കിലും ഒരു ലിമിറ്റ് പോയിൻ്റ് സെറ്റിയിൽ ഉണ്ടായിരിക്കുകയില്ല. അത്തരത്തിലുള്ള ലിമിറ്റ് പോയിൻ്റ് ആണ് എക്സ് നോട്ട് എന്ന് വിചാരിക്കുക. അതായത് എക്സ് നോട്ട് ബിലോങ്സ് ടു ഇ ഡാഷ് ബട്ട് എക്സ് നോട്ട് ബിലോങ്സ് ടു ഇ. നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഇ വിച്ച് ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. അതായത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ സെറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. സെറ്റ് ഇതുപോലെ ആർബിട്രറി ആയിട്ട് റിയൽ ലൈനിൻ്റെ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു നോൺ കോമ്പാക്റ്റ് സബ്സെറ്റ് ചൂസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ലിമിറ്റ് പോയിൻ്റ് സെറ്റിയിൽ ഉണ്ടായിരിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു ലിമിറ്റ് പോയിൻ്റാണ് എക്സ് നോട്ട് എന്ന് വിചാരിക്കുന്നു. ദെൻ സെറ്റിയിൽ ഒരു ഫംഗ്ഷൻ എഫ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. അതൊരു റാഷണൽ ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ എക്സ് നോട്ട് സെറ്റിയിൽ ഒരു മെമ്പർ അല്ലാത്തതുകൊണ്ട് എക്സ് മൈനസ് എക്സ് നോട്ട് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. അതുകൊണ്ട് ആ ഫംഗ്ഷൻ എന്തായാലും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ദെൻ ഈ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കുകയില്ല. അതാണ് നമ്മൾ വെരിഫൈ ചെയ്യുവാൻ പോകുന്നത്. യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ജോമെട്രിക്കൽ മീനിങ് അതിൻ്റെ ഡൊമൈനിലെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ഇമേജസും വളരെ ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് അവ തമ്മിലുള്ള ഡീവിയേഷൻ വളരെ ചെറുതായിരിക്കണം. ഇതാണ് അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്. ഇവിടെ എക്സ് നോട്ടിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെറ്റിയിലെ 2 പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ഇമേജസ് തമ്മിലുള്ള ഡീവിയേഷൻ വളരെ വലുതായിരിക്കും. അത്തരത്തിലുള്ള പോയിൻറ്റ്സുകൾ പോസിബിളാണ്, കാരണം എക്സ് നോട്ട് എന്നുള്ളത് സെറ്റിയുടെ ഒരു ലിമിറ്റ് പോയിൻ്റാണ്. സോ എക്സ് നോട്ടിൻ്റെ എത്ര സ്മോളസ്റ്റ് നൈബ്രോഡ് ചൂസ് ചെയ്താലും ആ നൈബ്രോഡിൽ സെറ്റിയിലെ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ എക്സ് നോട്ടിനോട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെറ്റിയിലെ 2 പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്യുക എന്നുള്ളത് പോസിബിളാണ്. അത്തരത്തിലുള്ള 2 പോയിൻറ്റ്സുകൾ എക്സും വൈയും ചൂസ് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ,
y ഈക്വൽ ടു എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ ബൈ ടു ഇതുപോലെ 2 പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്യുന്നു. സെറ്റ് ഇയിൽ നിന്നും 2 പോയിൻറ്റ്സുകൾ ചൂസ് ചെയ്യുന്നു. ദെൻ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്നുള്ളത് മോഡുലസ് ഓഫ് എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ മൈനസ് ഓഫ് എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ ടു വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഡെൽറ്റ സഫീഷ്യൻ്റ്ലി സ്മോൾ ആയതുകൊണ്ട് എക്സും വൈയും സെറ്റ് ഇയിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ്. ബട്ട് എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ, അത് 1 ബൈ എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ മൈനസ് എക്സ് നോട്ട്. അതുപോലെ എഫ് ഓഫ് വൈ എന്നുള്ളത് 1 ബൈ എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ ബൈ ടു മൈനസ് എക്സ് നോട്ട്. സോ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 ബൈ എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ മൈനസ് എക്സ് നോട്ട് മൈനസ് 1 ബൈ എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ ബൈ ടു മൈനസ് എക്സ് നോട്ട് which is equal to modulus of 1 by minus delta minus 1 by minus delta by 2 which is equal to minus 1 by delta plus 2 by delta. Delta greater than 0 ആയതുകൊണ്ട് which is equal to 1 by delta. Delta sufficiently small ആയതുകൊണ്ട് 1 by delta sufficiently large ആയിരിക്കും. സോ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ബട്ട് എക്സും വൈയും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡൊമൈനിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. അതിൽ നിന്നും എഫ് ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് പാർട്ട് സിയിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഇവിടെ ഈ ബൗണ്ടഡ് എന്നുള്ള അസംഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് ഈ എന്നുള്ളത് അൺബൗണ്ടഡ് ആയിട്ടുള്ള റിയൽ ലൈനിൻ്റെ ഒരു നോൺ കോമ്പാക്റ്റ് സബ്സെറ്റ് ആണെങ്കിൽ ആ സെറ്റിൽ ഇതുപോലെ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളിന് വേണ്ടി കൺസിഡർ ആർ വിത്ത് യൂഷ്വൽ മെട്രിക്. നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് അൺബൗണ്ടഡ് ആണ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആണ്. അത് ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് അതെന്തായാലും കോമ്പാക്റ്റ് ആയിരിക്കുകയില്ല. സോ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് റിയൽ ലൈനിൻ്റെ നോൺ കോമ്പാക്റ്റ് ആയിട്ടുള്ള അൺബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സബ്സെറ്റാണ്. സോ ഈ ഈക്വൽ ടു സെറ്റ് ഇതുപോലെ ചൂസ് ചെയ്യുന്നു. അതായത് ഈ എന്നുള്ള സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഇതുപോലെ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നോൺ കോമ്പാക്റ്റ് ആണ്, അതുപോലെ തന്നെ അൺബൗണ്ടഡുമാണ്. ദെൻ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. സോ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്ത വിധത്തിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ സെറ്റ് ഇയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് നമുക്ക് വെരിഫൈ ചെയ്താൽ മതി. അതിനുവേണ്ടി ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണീക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ വെൻ എവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ. ഇതുപോലെ ഒരു ഡെൽറ്റ എല്ലാ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാം. ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും ഡെൽറ്റ എന്നുള്ളത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ലെസ് ദാൻ 1 ആയിട്ട് ചൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു 1/2 ഇതുപോലെ ചൂസ് ചെയ്യുക. എല്ലാ എപ്സിലോണിനും കറസ്പോണ്ടിങ് ആയിട്ടും ഡെൽറ്റ ഈക്വൽ ടു 1/2 ഇതുപോലെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റിയിലെ ഏത് 2 പോയിൻറ്റ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എപ്സിലോൺ ഏത് തന്നെ ആയാലും, കാരണം ഡെൽറ്റ ഈക്വൽ ടു 1/2 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ 2 ഇൻറ്റിജേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താൽ, അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1/2 ആകുന്ന വിധത്തിൽ 2 ഇൻറ്റിജേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. കാരണം മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1/2 ആണെങ്കിൽ എക്സും വൈയും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുക പോസിബിൾ അല്ല. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് 2 ഇൻറ്റിജേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1/2 ആകുന്ന വിധത്തിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ഇൻറ്റിജേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതായത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ 1/2 ആണെങ്കിൽ എക്സും വൈയും സെയിം ആയിരിക്കും. സോ ആ കേസിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 ആയിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. സോ ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഡെൽറ്റ ഈക്വൽ ടു 1/2 എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിട്ടും നമുക്ക് ഡെൽറ്റ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ചൂസ് ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റിയിലെ ഏത് 2 പോയിൻറ്റ്സ് എക്സും വൈയും ചൂസ് ചെയ്താലും മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇത് ഫംഗ്ഷൻ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. സോ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ സെറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഈ ബൗണ്ടഡ് എന്നുള്ള അസംഷൻ ഇല്ലെങ്കിൽ തേർഡ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയില്ല.
അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്.